ഹലോ ഹായ് ഗൈസ്, നമുക്ക് മോമോയും കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയാലോ? വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മൈദമാവ് എടുക്കുക. കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്ന ചിക്കനിലും കെച്ചപ്പിലൊക്കെ ഉപ്പ് വരുന്നതുകൊണ്ട് ആവശ്യത്തിന് ചേർത്താൽ മതി, കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ലൂസായി പോകാൻ നമുക്ക് നല്ല പരുവത്തിന് കിട്ടണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് കുഴച്ച് എടുക്കുമ്പോൾ നല്ലവണ്ണം കിട്ടണം. ഇതുപോലെ ചപ്പാത്തി പരുവത്തിന് നമ്മുടെ മൈദയെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാത്ത ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും കൂടെ ചേർത്താണ്, ഇത് 3 സാധനം കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് അരച്ചതായി പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള ഇതെല്ലാം കൂടെ ചേർക്കാം. ഇതിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് കൂടെ ചേർക്കാം. കുരുമുളക് കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതോടെ ചേർത്ത് ഇതുപോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ. ഇനി നമുക്ക് നമ്മുടെ മോമോയ്ക്ക് വേണ്ടിയിട്ട് മൈദ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ നല്ല വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കിണ്ണമോ എന്തെങ്കിലും ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തത് ഫില്ല് ചെയ്യാം. ഓരോരുത്തരും പല രീതിയിലും ഈ മോമോസിനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വെറുതെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അതിനകത്ത് വെച്ച് നന്നായിട്ട് ഓക്കെ. ഇനി നമുക്കൊരു 20 മിനിറ്റ് നമ്മൾ ഇഡ്ഡലി തട്ടാണ്, അതിൽ വെച്ച് ആവി കയറ്റി 20 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്ക് നമ്മുടെ കെച്ചപ്പിനുള്ള ടൈമാണ്. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ മോമോ റെഡിയാവുന്ന സമയം നമുക്ക് കെച്ചപ്പ് റെഡിയാക്കാം. തക്കാളി ഒരു 3 വെളുത്തുള്ളി, 2 തക്കാളി 3 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. അതിലേക്ക് മുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നോക്കുക. ഇച്ചിരി ഉപ്പ് നമുക്ക് ടേസ്റ്റ് തോന്നുമെങ്കിൽ അതിൽ നിർത്താം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാൻ എടുത്തപ്പോൾ കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് മധുരം ചേർക്കാം. പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഉപ്പും എരിയൊക്കെ ബാലൻസ് ഒരേ ലെവലിൽ നിന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മധുരം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വറ്റി കുറുകി നമ്മുടെ കെച്ചപ്പിൻ്റെ ആ പരുവത്തിന് നമുക്കത് കിട്ടണം. നമ്മളിങ്ങനെ കണ്ടോ, നമ്മുടെ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്, കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എങ്കിലേ ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.